ഹലോ ഫ്രണ്ട്സ്, ലാപ്ടോപ്പ് 3.0യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലേഡ്ലെസ് ഫാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെയായി ഈ ഒരു കാർഡ്ബോർഡിലേക്കായിട്ട് ബ്ലേഡ്ലെസ് ഫാനിൻ്റെ സ്റ്റാൻഡ് വരച്ചെടുക്കാം. ബ്ലേഡ്ലെസ് ഫാനിൻ്റെ സ്റ്റാൻഡ് കാർഡ്ബോർഡിലേക്കായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ വീതി 11 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രി ആണ്. പിന്നെ ഈ ഒരു നീളം 8 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു മുകളിലത്തെ ഒരു വീതി 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് വരച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു 4 ഭാഗം, ഞാനിവിടെ എക്സ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു 4 ഭാഗവും നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സ്റ്റാൻഡാണ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 സ്റ്റാൻഡും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു 4 പീസും ഇതുപോലെ നമ്മുടെ ഒരു മാർക്കിങ്ങിലായിട്ട് ഇതുപോലെ എല്ലാ പീസും മടക്കി വെച്ച് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു 4 സ്റ്റാൻഡും ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് നമുക്ക് കാർഡ്ബോർഡിലായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ബ്ലേഡ്ലെസ് ഫാനിൻ്റെ സ്റ്റാൻഡ് ജോയിൻ ചെയ്യാനുള്ള ഒരു പീസ് ഞാൻ കാർഡ്ബോർഡിലേക്കായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ വീതി 8 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ വീതി 11 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം 11 സെൻറ്റിമീറ്ററിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പീസ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സ്റ്റാൻഡിലേക്കായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു പീസിലേക്കായിട്ട് ഈ ഒരു മോട്ടോർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് വേണം ഈ ഒരു മോട്ടോർ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു മോട്ടോർ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പഴയ ഒരു DVD-യിൽ നിന്നാണ് എനിക്ക് ഈ മോട്ടോർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോട്ടോർ ഈ ഒരു പീസിലേക്ക് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഒരു ഗ്ലൂ ഗൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാണുന്ന ഐക്കാർഡിലും അതുപോലെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ ഗൺ വെച്ച് നമ്മുടെ ഒരു മോട്ടോർ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആ ഒരു മോട്ടോർ നല്ലതുപോലെ ഒരു പീസിലേക്കായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യേണ്ടത് മോട്ടോറിൻ്റെ ഈ ഒരു 2 വയറും നമുക്ക് ഈ ഒരു പീസിൻ്റെ പുറത്തേക്കായിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഒരു ഹോള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു 2 വയറും ആ ഒരു ഹോളിൽ കൂടെ പുറത്തേക്കാക്കി എടുക്കാം. അപ്പോൾ ഒരു മോട്ടോറിൻ്റെ ആ ഒരു 2 വയറും നമ്മുടെ ഒരു പീസിൻ്റെ പുറത്തേക്കായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിലേക്കായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഈ ഒരു പീസിലേക്കായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു 3 ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റാൻഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഇതുപോലെ
ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബ്ലേഡ്ലെസ് ഫാനിൻ്റെ സ്റ്റാൻഡ് നല്ലതുപോലെ ഗ്ലൂ ഗൺ വെച്ച് എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബ്ലേഡ്ലെസ് ഫാനിൻ്റെ മുകൾ ഭാഗം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ 2 വൃത്തം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പുറത്തെ ഒരു വൃത്തത്തിൻ്റെ അളവ് 11 സെൻറ്റിമീറ്റർ റേഡിയസിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഉള്ളിലുള്ള ഒരു റേഡിയസ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററിലായിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഇവിടെയിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത ഈ ഒരു പീസും അതുപോലെ തന്നെ 11 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വൃത്തത്തിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്ററിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു പീസിലും ഇതുപോലെ ഒരു 3 സെൻറ്റിമീറ്റർ ആയിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു 2 വൃത്തത്തിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് നീളത്തിൽ ഒരു പീസ് ഈ 2 വൃത്തത്തിൻ്റെ ഇവിടെയായിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു വീതി 3 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഈ ഒരു പീസ് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു നീളമുള്ള പീസ് നല്ല രീതിയിൽ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു പീസിലേക്കായിട്ട് നമുക്ക് ഈ ഒരു നീളത്തിലുള്ള ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു നീളമുള്ള പീസിൻ്റെയും വീതി 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെയായിട്ട് ഒരു സ്പേസ് ഉള്ള രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു നീളമുള്ള ഈ ഒരു പീസ് ഇതിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാൻ. അതായത് നമ്മുടെ ഒരു 3 സെൻറ്റിമീറ്റർ നീളമുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അത്ര തന്നെ സ്പേസ് ഉള്ള രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു പീസ് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു പീസിൽ നമ്മുടെ ഒരു നീളമുള്ള പീസ് നല്ലതുപോലെ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പീസിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു നീളമുള്ള ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ വീതി 4 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമ്മളിതാ നേരത്തെ ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കട്ടിട്ട് വെച്ച ഒരു ഭാഗം വരെ മാത്രം ആക്കി വെച്ച് വേണം നമ്മുടെ ഒരു പുറമേയുള്ള ഈ ഒരു പീസ് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു നീളമുള്ള പീസ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം ഈ ഒരു ഭാഗം ഇവിടേക്കായി എന്ന രീതിയിൽ വെച്ചു കൊടുത്ത ശേഷം ഗ്ലൂ ഗൺ കൊണ്ട് ഇതും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു 2 പീസും നല്ലതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബ്ലേഡ്ലെസ് ഫാനിൻ്റെ മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മുകൾ ഭാഗം നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഗ്ലൂ ഗണ്ണ് കൊണ്ട് നല്ലൊരു രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു മുകൾ ഭാഗം നമ്മുടെ ഒരു സ്റ്റാൻഡുമായിട്ട് നല്ല രീതിയിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് 2 ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തായിട്ട് ഞാനിവിടെ 2 ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്ലേഡ്ലെസ് ഫാന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു DC പവർ സപ്ലൈ ആണ്. അപ്പോൾ ഈ ഒരു DC പവർ സപ്ലൈ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാണുന്ന ഐക്കാർഡിലും അതുപോലെ തന്നെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം.
ബ്ലേഡ്ലെസ് ഫാൻ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ദിസ് ഈസ് മീ അഭിനവ് സൈനിങ് ഔട്ട്.